ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ നമ്മളിന്നിവിടെ HSA നാച്ചുറൽ സയൻസിൻ്റെ സിലബസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ HSA എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് വന്നു, അപ്ലൈ ചെയ്യാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ 2016 HSA നാച്ചുറൽ സയൻസ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള സിലബസാണ് കൊടുത്തിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഡിസ്ക്രിപ്റ്റീവ് അല്ല. അപ്പോൾ നമുക്കിതിൽ സിലബസിൽ 2 പാർട്ടാണുള്ളത്, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എയിൽ നമുക്ക് 3 മൊഡ്യൂളുകളാണ് വരുന്നത്, 3 മൊഡ്യൂൾസുകളാണ് വരുന്നത്. പാർട്ട് ബിയിൽ നമുക്ക് 8 മൊഡ്യൂൾസുകളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് എക്ക് നമുക്ക് ടോട്ടൽ മാർക്ക് 20 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് എ 20 മാർക്കാണ് വരുന്നത്. അതിൽ വന്നിരിക്കുന്ന 3 മൊഡ്യൂൾസ് ഇതൊക്കെയാണ്: നമ്മുടെ റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്സ്, ദെൻ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർസ്, ദെൻ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്റ്റ്. ഓക്കെ, അപ്പം മെത്തഡോളജി സബ്ജക്റ്റുകളാണ്. പിന്നെ അതിൽ നമുക്ക് പെഡഗോഗിക് അനാലിസിസ് വരുന്നുണ്ട്, മൈക്രോ ടീച്ചിങ്സ് വരുന്നുണ്ട്, മോഡൽസ് ഓഫ് ടീച്ചിങ്സ് വരുന്നുണ്ട്, പിന്നെ അതേപോലെ കരിക്കുലം, ദെൻ ഇൻസ്ട്രക്ഷൻ റിസോഴ്സസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ UP എക്സാമിന് പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 മൊഡ്യൂൾസ് വരുന്നത്. അപ്പോൾ ഈ 3 മൊഡ്യൂൾസ് നമ്മൾ മീഡിയം വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 മൊഡ്യൂൾസ് 20 മാർക്ക് നമുക്ക് ഇംഗ്ലീഷിലാണ് കറക്റ്റ് വരുന്നത് ഈ ഭാഗങ്ങൾ. പിന്നെ നമ്മുടെ പാർട്ട് ബി ആണ് വരുന്നത്. പാർട്ട് ബി നമ്മുടെ കോർ സബ്ജക്റ്റാണ്, 80 മാർക്കാണ് നമുക്കതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ 80 മാർക്കാണ് നമ്മുടെ കോർ സബ്ജക്റ്റിന് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതായത് +2 തുടങ്ങി, മെയിനായിട്ട് +2 തുടങ്ങി ഡിഗ്രി ലെവൽ വരെ, ഡിഗ്രി എക്സാമുകൾക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിൽ ടോട്ടൽ 80 മാർക്കാണ്. അങ്ങനെ 100 മാർക്കിൻ്റെ എക്സാമാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 100 മാർക്കാണ്. പാർട്ട് എ 20 മാർക്കും പാർട്ട് ബി 80 മാർക്കാണ് വരുന്നത്. പാർട്ട് എ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലാണെന്ന് പറഞ്ഞു. പാർട്ട് ബി വരുന്നത് മലയാളം മീഡിയയിലാണ്. ഓക്കെ, മലയാളത്തിലാണ് നമ്മുടെ ഈ പാർട്ട് ബി വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. 8 മൊഡ്യൂൾസ്. അതിൽ ഫസ്റ്റ് വരുന്നത് അനിമൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. ഇത് നമ്മൾ ഡിഗ്രി ലെവലിലും പഠിച്ചിട്ടുണ്ട്, ബേസിക് നമ്മൾ +2 ലെവലിലും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വിറ്റേക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ദെൻ കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം അനിമേലിയ, ഫൈലം നോൺ കോഡേറ്റ, ദെൻ ഫൈലം സീലൻഡ്രേറ്റ, അങ്ങനെ ഓരോ ഫൈലംസ് വിത്ത് എക്സാമ്പിൾസ് കേട്ടോ. അപ്പോൾ സീലൻഡ്രേറ്റയിൽ ഹൈഡ്രോസോവ, അതേപോലെ തന്നെ ഒപ്പീലിയ, അങ്ങനെ വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് അടക്കം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്, ഫൈലം നിമാറ്റോഡ, ദെൻ ഫൈലം ആനിലിഡ, പിന്നെ ഫൈലം ആർത്രോപോഡ, അതേപോലെ തന്നെ ഫൈലം ഓക്കിയോഫോറ, ദെൻ ഫൈലം മുളുസ്ക, ദെൻ അപ്പോൾ ഫൈലം നോൺ കോഡേറ്റയും വരുന്നുണ്ട്, ഇനി ഫൈലം കോഡേറ്റയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ കോഡേറ്റ് പഠിക്കണം, ദെൻ ഫൈലം നോൺ കോഡേറ്റയും പഠിക്കണം. ഇനി അതിൻ്റെ സബ് ഫൈലങ്ങൾ, അതിൻ്റെ ഡിവിഷൻസ് അതും നോക്കണം. അങ്ങനെ ആണ് വരുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അതിൽ സബ് ഫൈലം, സൂപ്പർ ക്ലാസ്സസ്, ഫിസസ്, ടെട്രോപോഡ, റെപ്റ്റീലിയ, ദെൻ ഏവ്സ്, ദെൻ മമേലിയ. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ, ആനിമൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. വിത്ത് എക്സാമ്പിൾസ് തന്നെ നമ്മളത് പഠിച്ചു പോകാൻ വേണം. ഓക്കെ, ഓരോ ഫൈലത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വിത്ത് എക്സാമ്പിൾസ് ആണ് നമുക്കതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത മൊഡ്യൂളാണ് ഫിസിയോളജി, ബയോകെമിസ്ട്രി ആൻഡ് ഡെവലപ്മെൻറ്റൽ ബയോളജി. ഓക്കെ, അപ്പോൾ ഫിസിയോളജിയിൽ നമ്മുടെ ഫസ്റ്റ് ഭാഗം ന്യൂട്രീഷൻ, അതിൽ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻസ്, ഡിസോർഡേഴ്സ്, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസുകൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ, അങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് ന്യൂട്രീഷൻസ് ക്യാരക്ടറിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് നമ്മുടെ സർക്കുലേഷൻ നമുക്കറിയാമല്ലോ, സർക്കുലേറ്ററി സിസ്റ്റം, അതിൽ ബ്ലഡ് വരും, ദെൻ അതിൻ്റെ ബ്ലഡിൻ്റെ മെക്കാനിസങ്ങൾ, അതേപോലെ തന്നെ ഹാർട്ട്, പേസ് മേക്കർ, അങ്ങനെയുള്ള ഹാർട്ട് ഡിസീസുകൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇത് സർക്കുലേഷനിൽ വരുന്നത്. പിന്നെ റെസ്പിറേഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഗ്യാസ് എക്സ്ചേഞ്ച്, റെസ്പിറേറ്ററി പിഗ്മെൻസുകൾ, അതേപോലെ തന്നെ റെഗുലേഷൻ ഓഫ് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്, അതൊക്കെയാണ് നമ്മൾ റെസ്പിറേഷനിൽ വരുന്നത്. പിന്നെ എക്സ്ക്രീഷൻ, അതായത് എക്സ്ക്രീറ്ററി സിസ്റ്റം, നെഫ്രോൺസ്, പ്രധാനമായിട്ടും നമ്മുടെ
കിഡ്നി, അതിൻ്റെ സ്ട്രക്ചർ, അതേപോലെ തന്നെ യൂറിൻ ഫോർമേഷൻ, ദെൻ കിഡ്നിയുടെ ഓസ്മോ റെഗുലേഷൻസിലുള്ള റോളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കിഡ്നി അതായത് റീനൽ ഡിസോർഡേഴ്സ്, പ്രധാനമായിട്ട് നെഫ്രൈറ്റിസ്, ഹെമറ്റൂറിയ, അങ്ങനെയുള്ള നമ്മുടെ വൃക്കയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ. പിന്നെ മസിൽ ഫിസിയോളജി, ടൈപ്പ് ഓഫ് മസിൽസ്, ദെൻ അങ്ങനെയുള്ള 3 ടൈപ്പ് മസിൽസുകളുണ്ടല്ലോ, സ്ട്രയേറ്റഡ്, നോൺ സ്ട്രയേറ്റഡ് മസിൽസുകൾ. പിന്നെ അതിൽ റിഗർ മോർട്ടിസ് എന്താണ്, പിന്നെ ഫിസിയോളജിക്കൽ ബയോകെമിക്കൽ ചേഞ്ചസ് ഓഫ് മസിൽ കോൺട്രാക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മസിൽ ഫിസിയോളജി. പിന്നെ നെർവ് ഫിസിയോളജി, അതായത് ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ സിനാപ്സ്, പിന്നെ ടൈപ്പ് ഓഫ് ഇമ്പൾസ് പ്രൊപ്പഗേഷൻ. ദെൻ അതായത് നമ്മൾ PSCക്ക് പഠിക്കുന്ന സമയത്ത് നാഡി വ്യവസ്ഥ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനും കൂടി കുറച്ചും കൂടി നല്ല ഡീപ്പായിട്ട് വേണം നമുക്കിതിൽ പോകാനായിട്ട്. അതായത് നെർവ് ഇമ്പൾസിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് വരുന്നത്, അതങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് ഡീപ്പായിട്ട് തന്നെ നമ്മൾ ഈ ഒരു HSAക്ക് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ എൻഡോക്രൈനോളജി നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ഭാഗമൊക്കെ തന്നെയാണ്. PSC എക്സാമുകൾക്കൊക്കെ അതിൽ നിന്നും കുറച്ചും കൂടി ഡീപ്പായിട്ടൊക്കെ നമ്മൾ ഇതിൽ നോക്കണം. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഇൻ ഹ്യൂമൻസ്, ഹോർമോൺസുകൾ, പലതരം ഹോർമോൺസുകൾ, അതിൻ്റെ ഡിസോർഡേഴ്സ്, ഹോർമോണൽ ആക്ടിവിറ്റി മെക്കാനിസം എങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തതാണ് ബയോകെമിസ്ട്രിയിൽ വരുന്നത്. ബയോകെമിസ്ട്രിയിലെ ബയോമോളിക്യൂൾസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ബയോമോളിക്യൂൾസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്, അതിൻ്റെ സ്ട്രക്ചറുകൾ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾസ് ആണ് ബയോകെമിസ്ട്രിയിൽ. പിന്നെ മെറ്റബോളിസംസ്, അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് ഗ്ലൈക്കോളിസിസ്, ക്രെബ്സ് സൈക്കിൾസ്, അങ്ങനെയുള്ള സൈക്കിൾസുകൾ നമ്മൾ നോക്കണം. പിന്നെ ലിപ്പിഡ്സ്, എൻസൈംസ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡെവലപ്മെൻറ്റൽ ബയോളജി. ഡെവലപ്മെൻറ്റൽ ബയോളജീസിൽ തിയറീസ് പഠിക്കണം. അതേപോലെ അതായത് എന്താ പറയുക, സ്പെർമാറ്റോജനസിസ്, ഊജനസിസ്, അങ്ങനെയുള്ള കുറച്ച് തിയറീസൊക്കെ ഉണ്ട്. നമുക്ക് ടൈപ്സ് ഓഫ് എഗ്സ് പഠിക്കാനുണ്ട്. പിന്നെന്താ, ഫെർട്ടിലൈസേഷൻ എന്താണ്, ഫെർട്ടിലൈസേഷൻ എന്താണ്, ക്ലീവേജ്, അതായത് അഗ്ലൂട്ടിനേഷൻ, അതായത് ഫെർട്ടിലൈസേഷനിൽ അഗ്ലൂട്ടിനേഷൻ, അതേപോലെ തന്നെ നമ്മുടെ ഫിസിയോളജിക്കൽ ബയോകെമിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് ദ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. പിന്നെന്താണ് പാർത്തനോജനസിസ് എന്താണ്, ആർട്ടിഫിഷ്യൽ പാർത്തനോജനസിസ് എന്താണ്, അത് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ക്ലീവേജുകൾ, ടൈപ്പ് ഓഫ് ക്ലീവേജുകൾ, മോറുല, പിന്നെ മോറുലയിൽ നിന്ന് ഡിഫറെൻറ്റ് സ്റ്റേജ്, ബ്ലാസ്റ്റുല, അതിൻ്റെ ആ ഒരു ക്ലീവേജ് വരുന്ന ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി സെൽ ഡിഫറൻസിയേഷൻ, യൂണിപൊട്ടൻസി, പ്ലൂറിപൊട്ടൻസി, ടോട്ടിപൊട്ടൻസി, ജെയിൻ ആക്ഷൻ, അങ്ങനെ കാര്യങ്ങളാണ് സെൽ ഡിഫറൻസിയേഷനിൽ വരുന്നത്. പിന്നെ ഡെവലപ്മെൻറ്റുകൾ, പിന്നെ ടെറാട്ടോളജി വരുന്നുണ്ട്, പിന്നെ എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജി. ഇതാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഡെവലപ്മെൻറ്റൽ ബയോളജി. ഇത്രയുമാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളിലാണ് നമുക്ക് സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി, അതായത് ജനറ്റിക്സ് വരുന്നുണ്ട്, ബയോടെക്നോളജി വരുന്നുണ്ട്, ബയോ ഇൻഫർമാറ്റിക്സും കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി, ജനറ്റിക്സ്, ബയോടെക്നോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ്. ചില ആൾക്കാർക്കൊക്കെ നമ്മൾ PG ലെവലിലൊക്കെ നമ്മൾ സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി, ജനറ്റിക്സ് എടുത്ത് പഠിച്ച ആൾക്കാർക്കൊക്കെ വളരെ ഈസി ആയിരിക്കും ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ബയോ ഇൻഫർമാറ്റിക്സ്, മാത്സൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ചൊരു ഇതായിട്ടുള്ള ഒരു ഏരിയയാണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് മാത്സ് അല്ല, നമ്മുടെ IT ലെവലൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു ഭാഗമാണ് ഇത് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സെൽ ബയോളജിയിൽ നമുക്ക് ബേസ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സെൽ തിയറീസ്, സെല്ല്, ടൈപ്പ് ഓഫ് സെൽസുകൾ, അതേപോലെ തന്നെ അതിൻ്റെ സെൽ ഓർഗനൽസുകൾ പഠിക്കണം. അപ്പോൾ അതിൻ്റെ സെൽ ഓർഗനൽസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ന്യൂക്ലിയസ്, ന്യൂക്ലിയോലസ്, മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോം, റൈബോസോം, അങ്ങനെയുള്ള അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷണൽ ഫീച്ചേഴ്സുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നതാണ് മോളിക്കുലർ ബയോളജി. അതിൽ ജീൻ എക്സ്പ്രഷൻ, പ്രധാനമായിട്ടും സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി, 1 ജീൻ 1 എൻസൈം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ജനറ്റിക് കോഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോബൽ ഹൈപ്പോതെസിസും പഠിക്കാനുണ്ട് അതിൽ. ദെൻ അടുത്തതാണ് ജനറ്റിക്സ് ആൻഡ് ബയോടെക്നോളജി. അപ്പോൾ ബയോടെക്നോളജി ഏരിയ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക്
ഹ്യൂമൻ ജീനറ്റിക്സിൻ്റെ കാരിയോടൈപ്പിംഗ് നോക്കാണ്ട് പെഡിഗ്രി അനാലിസിസ്, അതേപോലെ തന്നെ ക്രോമസോമൽ അനോമലീസ് ഇൻ മാൻസ്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഓട്ടോസോമൽ ഡിസോർഡേഴ്സ്, ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം, ടർണർ സിൻഡ്രോം, ക്ലിനിഫെൽറ്റർ സിൻഡ്രോംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ബയോകെമിക്കൽ ജനറ്റിക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസോർഡേഴ്സ്, ഫീനൈൽ കീറ്റനൂറിയ, ആൽക്കപ്റ്റനൂറിയ, ആൽബിനിസം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ബയോടെക്നോളജിയിൽ നമ്മുടെ സ്കോപ്പ് ഓഫ് ബയോടെക്നോളജി പഠിക്കാനുണ്ട്. റീകോമ്പിനൻ്റ് DNA ടെക്നോളജീസ്, പിന്നെ അതിൽ മേജർ സ്റ്റെപ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്താണ് ബ്ലോട്ടിംഗ് ടെക്നിക്സുകൾ, അതേപോലെ തന്നെ ജീനോമിക് ലൈബ്രറി, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ ബയോടെക്നോളജിയിൽ വരുന്നത്. പിന്നെ ഇമ്മ്യൂണോളജി, മൈക്രോബയോളജി. അതിൽ ഇമ്മ്യൂണോളജിയിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കാണ്ട്, അതിൻ്റെ ടൈപ്പ് പഠിക്കാണ്ട്, പിന്നെ അതിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രൈമറി ഇമ്മ്യൂൺ സിസ്റ്റം, സെക്കൻഡറി, പിന്നെ ഇമ്മ്യൂണോജൻസ്, ആൻറ്റിജൻസിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ടൈപ്പുകൾ, അതേപോലെ തന്നെ ആൻറ്റിബോഡീസ്, റിയാക്ഷനുകൾ, പിന്നെ ഇമ്മ്യൂൺ റെസ്പോൺസുകൾ പഠിക്കാനുണ്ട്, അലർജിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനുകൾ, എയ്ഡ്സ്, ഓട്ടോ ഇമ്മ്യൂണിറ്റി, വാക്സിൻസ്, ഇതൊക്കെ നമുക്ക് ആ ഭാഗത്ത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് വരുന്നതാണ് മൈക്രോബയോളജി, സർവേ ഓഫ് മൈക്രോബ്സ്, അതേപോലെ തന്നെ വൈറസ്, പ്രോട്ടീൻസ്, പ്രയോൺസ്, വിറോയിഡ്സ്, ബാക്ടീരിയ, പ്രോട്ടോസോവ, അങ്ങനെയുള്ള മൈക്രോബയോളജിയുടെ ഏരിയാസ് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് നമ്മുടെ 3rd മൊഡ്യൂള്. ഇനിയാണ് 4th മൊഡ്യൂളിൽ വരുന്നതാണ് ഇക്കോളജി, ഇത്തോളജി, ഇവല്യൂഷൻ ആൻഡ് സൂജിയോഗ്രഫി. അപ്പോൾ ഇക്കോളജിയിൽ വരുന്നത് പോപ്പുലേഷൻ ഇക്കോളജി, കമ്മ്യൂണിറ്റി ഇക്കോളജി, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, IUCN, WWF, അതൊക്കെ. പിന്നെ ഇത്തോളജി വരുന്നുണ്ട്, ഇവല്യൂഷൻ വരുന്നുണ്ട്. ഇവല്യൂഷൻ അതിൻ്റെ ഫോസിൽസുകൾ, പിന്നെ നമ്മുടെ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്താണ്, ജനറ്റിക് ഇക്വിലിബ്രിയം, ഹാർഡി വീബർ ലോ, ഇതൊക്കെ. അതിൽ ആനിമൽ ഡിസ്ട്രിബ്യൂഷൻ, സുവോളജിക്കൽ റെലംസ് പഠിക്കാനുണ്ട്. അതേപോലെ ബയോജിയോഗ്രഫിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യ, അതായത് വെസ്റ്റേൺ ഈസ്റ്റേൺ ഗാർഡ്സിലെയും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ മൊഡ്യൂൾ 5 മൈക്രോബയോളജി, അതിൽ അൾട്രാസ്ട്രക്ചർ, ബാക്ടീരിയയുടെ അൾട്രാസ്ട്രക്ചർ, റീപ്രൊഡക്ഷൻ, റീകോമ്പിനേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ വൈറസിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ റീപ്രൊഡക്ഷൻ, RNA DNA വൈറസുകൾ, ബാക്ടീരിയോഫേജ്, ഇതൊക്കെ നമുക്ക് മൈക്രോബയോളജിയിൽ പഠിക്കാനുണ്ട്. പിന്നെ മൈക്കോളജി ആൻഡ് ലൈക്കനോളജി, അതിൻ്റെ ഫംഗയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകൾ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, എക്കണോമിക് ഇമ്പോർട്ടൻസുകൾ, അതൊക്കെയാണ് നമുക്ക് മൈക്കോളജിയിലും ലൈക്കനോളജിയിലും പഠിക്കാനുള്ളത്. പിന്നെ പ്ലാന്റ് പെത്തോളജീസ് പഠിക്കാനുണ്ട്. അതായത് പെത്തോളജി, പ്ലാന്റ് ഡിസീസുകളാണ് പ്രധാനമായിട്ടും അതിൻ്റെ കാരണങ്ങൾ, ഡിസീസിൻ്റെ കാരണങ്ങൾ. പിന്നെ അതേപോലെ തന്നെ പ്ലാന്റ് ഡിസീസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പഠിക്കാനുണ്ട്. ആ ഡിസീസ് എങ്ങനെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്യണത് പഠിക്കാനുണ്ട്. പിന്നെ കൺട്രോൾ മെഷേഴ്സൊക്കെ പഠിക്കാനുണ്ട് ഇത് പ്ലാന്റ് പെത്തോളജീസിൽ കേട്ടോ. പിന്നെ വരുന്നതാണ് ബയോളജിയിൽ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സുകൾ, സ്ട്രക്ചർ, കാര്യങ്ങൾ, അതൊക്കെയാണ് നമുക്ക് ബയോളജിയിൽ പഠിക്കാനുള്ളത്. പിന്നെ ടെറിഡോളജി വരുന്നുണ്ട്. പിന്നെ ജിംനോസ്പേംസിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ്, ഫീച്ചേഴ്സ്, സൈക്കിളുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ പാലിയോ ബോട്ടണി എന്ന് പറയുമ്പോൾ അതിൻ്റെ ജിയോഗ്രഫിക്കൽ സ്കെയിൽസ്, അതിൻ്റെ മെത്തേഡ് ഓഫ് ഫോസിലൈസേഷൻ, അതായത് പ്ലാന്റ്സിൻ്റെ ഫോസിലുകളെ കുറിച്ച് പഠിക്കുന്നതാണ് ഇത് പാലിയോ ബോട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പാലിയോ ബോട്ടണിയിൽ പഠിക്കുന്നത്. ഇനി അടുത്തത് മൊഡ്യൂൾ 6 മോർഫോളജി, വേരിയസ് ടൈപ്പ് ഓഫ് ലീവ്സിൻ്റെ മോർഫോളജി, അതായത് പ്ലാന്റിൻ്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സൊക്കെയാണ് കേട്ടോ. ലീവ്സ്, സ്റ്റെം, ഇൻഫ്ലോറസൻസ്, അതേപോലെ തന്നെ ഫ്രൂട്ട്സ്, പ്ലാസൻറ്റേഷൻ, സീഡ് ഡിസ്പേഴ്സൽ, ഇതൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 6 അതായത് പ്ലാന്റ്സിൻ്റെ പ്രധാനമായിട്ടും. പിന്നെ സിസ്റ്റമാറ്റിക്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് പിന്നെ നമ്മൾ പഠിക്കാനുള്ളത്. ടാക്സോണമിക് സ്ട്രക്ചറുകൾ, അതിൻ്റെ ടാക്സോണമിക് ഫീച്ചേഴ്സുകളൊക്കെയാണ് നമ്മൾ ആ ഭാഗത്ത് വരുന്നത്. പിന്നെ ഇക്കണോമിക് ബോട്ടണിയിൽ നമ്മൾ ഓരോ സെറൽസ്, പൾസസ്, ഷുഗർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ വിത്ത് എക്സാമ്പിൾസൊക്കെയാണ് നമ്മൾ അതിൽ പഠിക്കുന്നത് കേട്ടോ. അതായത് ഇക്കണോമിക് ബോട്ടണീസിൽ ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ്, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് നമ്മളതിൽ നോക്കുന്നത്. പിന്നെ അനാറ്റമിയിൽ ഒരു പ്ലാന്റ് സെൽസിൻ്റെ ടിപ്പിക്കൽ സ്ട്രക്ചർ നോക്കുന്നു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് നമ്മൾ ആ ഭാഗത്ത് വരുന്നത്.
പിന്നെ അതേപോലെ എംബ്രിയോളജിയിൽ മൈക്രോസ്പോറോജനസിസ് അങ്ങനെ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ കൂടുതൽ. പിന്നെ അതിൻ്റെ ഫെർട്ടിലൈസേഷൻ, അതേപോലെ തന്നെ എൻഡോസ്പേം ഫോർമേഷൻ, പിന്നെ എംബ്രിയോ, അത് മോണോക്കോട്ട് ഡൈക്കോട്ട് എംബ്രിയോസ് ഒക്കെ പറ്റിയിട്ടാണ് നമ്മൾ എംബ്രിയോളജിയിൽ പഠിക്കുന്നത്. പിന്നെ ക്രോപ്പ് ഇമ്പ്രൂവ്മെൻറ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതിൽ ക്രോപ്സിനെ എങ്ങനെ സെലക്ട് ചെയ്യാം, അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ മെത്തേഡ് എങ്ങനെയൊക്കെയാണ്, മ്യൂട്ടേഷൻ ബ്രീഡിങ് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പ്ലാന്റ് ഫിസിയോളജി നമുക്ക് പഠിക്കാനുണ്ട്, ട്രാൻസ്പിരേഷൻ പഠിക്കാൻ, ട്രാൻസ്ലൊക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾസൊക്കെ നമുക്ക് ഇതിൽ പ്ലാന്റ് ഫിസിയോളജിയിൽ പഠിക്കാനുണ്ട്. അത് മൊഡ്യൂൾ 7 ആണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് മെറ്റബോളിസം ആൻഡ് ബയോകെമിസ്ട്രി, ദെൻ സെൽ ബയോളജി വരുന്നുണ്ട്, ദെൻ ജെനറ്റിക്സ് ആൻഡ് മോളിക്കുലർ ബയോളജീസ്. അപ്പോൾ ഈ സെൽ ബയോളജിയിൽ നമ്മൾ ക്രോമസോംസിൻ്റെ ഫീച്ചേഴ്സ്, മോർഫോളജി, അതിൻ്റെ അബ്രേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, സെൽ സൈക്കിള്, മൈറ്റോസിസ്, മിയോസിസ്, ഇതൊക്കെ നമ്മൾ സെൽ ബയോളജിയിൽ പഠിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് ജെനറ്റിക്സ് ആൻഡ് മോളിക്കുലർ ബയോളജീസിലാണ്. അതിൽ മെൻഡൽസിൻ്റെ എക്സ്പെരിമെൻറ്റ്, മോണോഹൈബ്രിഡ്, ഡൈഹൈബ്രിഡ് ക്രോസുകൾ, അങ്ങനെ അതേപോലെ തന്നെ മൾട്ടിപ്പിൾ അല്ലീൽസിനെ പറ്റി പഠിക്കുന്നുണ്ട്, ലിങ്കേജ്, ക്രോസിംഗ് ഓവർ, പിന്നെ സെക്സ് ഡിറ്റർമിനേഷൻസ്, സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസും മ്യൂട്ടേഷൻസ് പഠിക്കുന്നുണ്ട്, ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻസ്, പിന്നെ DNA RNA സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ആ ഭാഗത്ത് പഠിക്കുന്നത് കേട്ടോ. പിന്നെ ഇവല്യൂഷൻ്റെ ഭാഗം വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് മൊഡ്യൂളാണ് മൊഡ്യൂൾ 8. അതിൽ എൻവയോൺമെൻറ്റൽ ബയോളജിയാണ് വരുന്നത്, എക്കോസിസ്റ്റം, ദെൻ നാച്ചുറൽ ഇക്കോസിസ്റ്റത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. പിന്നെ നാച്ചുറൽ റിസോഴ്സുകൾ, പിന്നെ സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് എൻവയോൺമെൻറ്റ്. സോഷ്യൽ ഇഷ്യൂസിൽ നമ്മൾ പ്രധാനമായിട്ടും പൊല്യൂഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗ്ലോബൽ വാർമിങ്, അങ്ങനെ പോപ്പുലേഷൻ ഗ്രോത്ത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് എൻവയോൺമെൻറ്റിൽ പഠിക്കാനുള്ളത്. പിന്നെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറഞ്ഞതാണ് ലാസ്റ്റ്. പിന്നെ ടിഷ്യൂ കൾച്ചർ, ബയോടെക്നോളജി, അതായത് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, എന്താണ് ടിഷ്യൂ കൾച്ചർ, അതിൻ്റെ ടെക്നിക്സ് എങ്ങനെയാണ്, അതിൻ്റെ ഡിഫറൻസിയേഷൻ എങ്ങനെയാണ്, ആ മെത്തേഡ് എങ്ങനെയാണ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിനെ പറ്റി പഠിക്കാനുള്ളത്. പിന്നെ റീകോമ്പിനൻ്റ് DNA ആൻഡ് മോളിക്കുലർ ക്ലോണിങ്ങിനെ പറ്റിയിട്ട്, അതായത് ക്ലോണിങ്ങിൻ്റെ വെക്ടേഴ്സ്, ബാക്ടീരിയോഫേജ് ഇതൊക്കെയാണ്. പിന്നെ അതെങ്ങനെയാണ് മെത്തേഡ് ചെയ്യുന്നത്, ജീൻ തെറാപ്പി എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയിൽ പഠിക്കുന്നത്. പിന്നെ ബയോ ഇൻഫോർമാറ്റിക്സ് ആണ്. അതിൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻസ്, ഇൻഫോർമാറ്റിക്സിൻ്റെ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഡാറ്റാബേസുകൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സ്റ്റാറ്റിയിലൊക്കെ നമ്മൾ +2 ലെവൽ അല്ലെങ്കിൽ 10th ലെവലൊക്കെ പഠിച്ചിട്ടുള്ള ചെറിയ സ്റ്റാറ്റീസൊക്കെയാണ് നമ്മൾ വരുന്നത്. അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, മെഷർ ഓഫ് ഡിസ്പേഴ്സൺ റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് എറർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതൊക്കെയാണ് നമ്മുടെ സിലബസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാർട്ട് ബിയിൽ വരുന്ന കോർ സബ്ജക്റ്റുകൾ. ഇത് 80 മാർക്കിനാണ്. ഇത് മലയാളത്തിലാണ് ചോദിക്കുക. പാർട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20 മാർക്കിനാണ്. ഇംഗ്ലീഷിലാണ് ചോദിക്കുക. പാർട്ട് എ 3 മൊഡ്യൂൾസേ ഉള്ളൂ. പാർട്ട് ബിയിൽ നമുക്ക് 8 മൊഡ്യൂൾസുകളാണ് വരുന്നത്. ഇത്രയുമാണ് നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസം ഓരോ സിലബസ് വൈസ് വെച്ച് തന്നെ നമുക്ക് 1 എന്ന് തുടങ്ങി തന്നെ നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ HSA നാച്ചുറൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും നമ്മൾ ഈ ഒരു ചാനലിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്